ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലും കഴിക്കാൻ പറ്റിയൊരു ബട്ടർ കേക്ക് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പമാണ് കേട്ടോ. ആദ്യം നമുക്ക് 2 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊരു വിസ്ക് വെച്ചോ ഒരു ഫോർക്ക് വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഒരു 10 മിനിറ്റോളം ഇളക്കുമ്പോൾ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വെള്ള കളർ തെളിഞ്ഞു വരും. അപ്പോഴേക്കും നമുക്കിതിനെ ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അപ്പോഴും നന്നായിട്ടൊരു 10 മിനിറ്റോളം വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള പഞ്ചസാരയെല്ലാം അലിഞ്ഞ് നല്ല റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. മുട്ടയൊന്നും റൂം ടെമ്പറേച്ചറിലാവുന്ന കാര്യമേ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനെന്ന്. ഇനി ഇതിലേക്ക് എന്താണ് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചിട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് അരിച്ചിട്ട് കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ലൂസാക്കി എടുക്കണ്ടേ. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പാലും ഒരു 100 ഗ്രാം ബട്ടറും, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത ബട്ടറാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല. അതിനെ ഒന്ന് നന്നായിട്ട് ഈ പാലും ബട്ടറും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ച് ഇളക്കിയെടുക്കുക. നല്ല ക്രീമി ടെക്സ്ചറിലായി കിട്ടുമ്പോൾ നമുക്കിതിനെ പാത്രത്തിലൊഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. എന്തെളുപ്പമല്ലേ. നമുക്ക് ബട്ടർ ഒന്നും റൂം ടെമ്പറേച്ചർ ആക്കണ്ട, മുട്ട റൂം ടെമ്പറേച്ചറിലാവണ്ട, ഒന്നും ആവണ്ട. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ ഒരു കേക്ക് മോൾഡിലേക്ക് ആക്കി അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 25 മിനിറ്റ് കൊണ്ടാണ് കുക്ക് ചെയ്തെടുത്തത്. ചിലപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെയും ആ ഒരു ഫ്ലെയിമിൻ്റെയൊക്കെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വ്യത്യാസം വരും. നമുക്കൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കിതിനെ ചൂടാറി കഴിഞ്ഞിട്ട് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്.